ടു മൈ ചാനൽ. ഒരുപാട് പേരുടെ കമൻസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അതിനെല്ലാം ഞാൻ ലവും തരുന്നുണ്ട്. പിന്നെ ഏതൊക്കെയോ കുറച്ച് ചേച്ചിമാരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലത PA നല്ല നല്ല അല്ലേ സ്നേഹമുള്ള കമൻസ് ഇടുന്നുണ്ട്. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ലൈക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ ഉള്ള മെസ്സേജസ്. ലത ചേച്ചി എല്ലാവരോടും, പക്ഷെ എടുത്ത് പറയുന്നത് ആ ചേച്ചിയല്ല ആൻറ്റി ആയിരിക്കും അല്ലേ? ഓക്കെ, ആൻറ്റി ആയിരിക്കും. പക്ഷെ ഭയങ്കര ഒരു സ്പെഷ്യൽ കമൻസ്, അതിനകത്ത് എവിടെയോ ഒരു കരുതൽ സ്നേഹം ഒക്കെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുത്തതേ ഉള്ളൂ. എല്ലാ കമന്റ് ഇടുന്ന എല്ലാ കുറേ പെൺകുട്ടികളുണ്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുക അങ്ങനെയൊക്കെ. അതിലെല്ലാം സമയം പോലെ ഞാനിടാം. ഇപ്പം ഇച്ചിരി ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി സാലഡാണ്. ഞാൻ കുറച്ച് നാളായിട്ട് എന്താ പറയുക, നമുക്ക് ആരോഗ്യത്തിനാണെങ്കിലും ഫോർ ഗ്ലോയിങ് സ്കിൻ ആൻഡ് ഹെൽത്തി സ്റ്റൊമക്ക്. അപ്പോൾ നമുക്ക് എനിക്കിത് പഠിപ്പിച്ചു തന്നത് എൻ്റെ ചേച്ചിയാണ്. സിസ്റ്റർ UK നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചേച്ചി കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് അവിടെ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ജോലിക്കൊക്കെ പോകണമല്ലോ. അപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് എന്നാൽ വയറ് നല്ല ഫില്ലാവുന്ന എല്ലാ ന്യൂട്രിയൻസും കലോറീസും ഒക്കെ ഉള്ള ഒരു അടിപൊളി സാലഡ് എന്നെ പഠിപ്പിച്ചു. അപ്പോൾ അത് ഞാനൊന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തതായിരിക്കും, പക്ഷേ അപ്പോൾ അത് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികൾ, പിന്നെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. അത് ഞാൻ ഇനി വേറൊരു വ്ളോഗ് ഇടണം. ഇറ്റ്സ് ടേസ്റ്റിയാണ്, എന്നാൽ ഭയങ്കര ഒരു ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഹെവിനെസ് ഇല്ല, അതൊന്നുമില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ അതൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ എൻ്റെ സ്കിന്നിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് തക്കാളി വേണം. പിന്നെ ഞാനിത് ഓരോന്ന് എടുക്കുന്നുണ്ട്, കാരണം ഇതിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് മാത്രം മതി, ചേച്ചി ഇവിടെ ഇല്ല. അപ്പോൾ ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ. പിന്നെ അവോക്കാഡോ. ഈ അവോക്കാഡോ പിന്നെ ഇതൊക്കെ ചേച്ചി നമ്മുടെ ഇവിടെ കിട്ടുമെന്ന് ചിലർ ചോദിക്കും. ഇവിടെ ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടും. ദിസ് ഇസ് വെരി കോമൺ നൗഡേയ്സ്. അപ്പോൾ അവോക്കാഡോ, അവോക്കാഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനായിട്ടൊരു ടേസ്റ്റ് ഇല്ല, പക്ഷെ അതെന്തിനെങ്കിലും കൂടെ ഇടുമ്പോൾ നല്ല ഈ ഒരു സാലഡിൽ. പക്ഷെ കുറച്ച് പഴുത്തത് വാങ്ങിക്കാൻ നോക്കണം. ഇത് കുറച്ച് പച്ചയാണ്. പഴുത്തതാണെങ്കിൽ ഒരു ബട്ടറി ഫീൽ കിട്ടും. അപ്പോൾ അതുണ്ട്. പിന്നെ ക്യുക്കുംബർ ഇസ് മസ്റ്റ് ഫോർ വെയിറ്റ് ലോസ്. പിന്നെ കുറച്ച് ബ്രോക്കോളി. പിന്നെ ഞാൻ കുറച്ച് ഷ്രെഡഡ് ചിക്കനും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ഇടാം, നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ഷ്രെഡ് ചെയ്തതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ഒരു ഐറ്റം വേണ്ടത് ഒലിവ് ഓയിൽ. ഇങ്ങനത്തെ സാലഡ്സിന് ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ കുട്ടുകുറ്റി ഇതൊക്കെ കണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടത് അമ്മ എന്നുണ്ടാക്കുന്നത് ഞാനില്ല. ഓക്കെ, അപ്പം ഈ ഒരു ഒലിവ് ഓയിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തരാം. പക്ഷെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇങ്ങനത്തെ സാലഡ്സിന് ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പറിക്ക, ക്രഷ്ഡ് ചില്ലീസ്, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസസ് ഒക്കെ ആഡ് ചെയ്യാം. സോയ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ. എനിക്ക് പിന്നെ അതിനോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാത്തത്. ബ്രോക്കോളി ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇട്ടാൽ കുറച്ചും കൂടെ ഒരു ബട്ടറിലോ, ഞാൻ ബട്ടറിൽ ഇപ്പം ചെയ്യാത്തതാണ്, വെയിറ്റ് ലോസ് നോക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കുറച്ച് പെപ്പറും കൂടി ഇട്ടാൽ ഇറ്റ്സ് വെരി ടേസ്റ്റ്. ഇത് കുറച്ച് പച്ചയാണ്. നന്നായിട്ട് പഴുത്തതാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ ഇന്നലെ തിരുമല രാമചന്ദ്രനിൽ പോയി വാങ്ങിച്ചത്. അവിടെ ഇതേ ഉള്ളൂ. ലുലു വരെ ഇവിടെ നിന്ന് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട് നമുക്ക് ലുലുവിലേക്ക്. സോ അവിടെ പോയാൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പഴുത്തത് കിട്ടുന്നത്. ഇവിടെ ലാസ്റ്റ് 3-4 ഇരുന്നതായിരുന്നു. ഒന്നും നന്നായിട്ട് പഴുത്തിട്ടില്ല. പഴുത്തതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തോന്നി. വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. ഇനി നമുക്ക് ഷ്രെഡഡ് ചിക്കൻ ഇടാം. ഒലിവ് ഓയിൽ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കണം. ഇത് ഡിസാനോടെയാണ്, ആമസോണിൽ അവൈലബിൾ ആണ്. ക്രഷ്ഡ് ചില്ലി എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ വറ്റൽ മുളക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. കുറച്ച് അടിപൊളിയായിട്ടൊക്കെ വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലി എന്നൊക്കെ നമുക്ക് പറയാം.
ആവശ്യത്തിന് എരിയുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി ആഡ് ചെയ്യാം, തൈം ആഡ് ചെയ്യാം, ഓറിഗാനോ ആഡ് ചെയ്യാം, ഹെർബ്സ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇപ്പം എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അയ്യോ, ഈ തക്കാളി ഞാൻ അരിയാൻ മറന്നുപോയി. ഇനി കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു കട്ട തൈരാണ് ഉപയോഗിക്കുന്നത്. യോഗട്ട് ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഫ്ലേവേർഡ് അല്ല, നോർമൽ യോഗട്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല പഴുത്ത അവോക്കാഡോ നോക്കി വാങ്ങിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബട്ടർ ആണ്, ഒരു ബട്ടറി ഫീൽ ഇല്ലേ അതിൻ്റെ. അപ്പോൾ ആ ടേസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും വരും. മറ്റത് ഈ പച്ചയാകുമ്പോഴത്തേക്കും അത് അവിടെ തന്നെയല്ലേ കിടക്കുള്ളൂ. ഇതിങ്ങനെ നന്നായിട്ട് സ്മാഷ്ഡ് ആകുമ്പോൾ ഇതെല്ലാ പച്ചക്കറിയിലും ഈ ഒരു അവോക്കാഡോയുടെ ആ ഒരു ബട്ടർനെസ് വരുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വയറ് ഫില്ലാവും. പിന്നെ അങ്ങനെ വിശക്കുമൊന്നുമില്ല. അത്യാവശ്യം എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. യു കൻ സ്കിപ്പ് യുവർ റൈസ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി. ഇത് വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കുക്ക്ഡ് അല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. സൂപ്പർ. ആ തൈരും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പുളിയുള്ള തൈര് ഒരു കാരണവശാലും ഒഴിക്കില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ടേസ്റ്റും പോകും. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഇട്ടാൽ കുറച്ചും കൂടെ ഒരു റിച്ച് ടേസ്റ്റ് കിട്ടും. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിലില്ല. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ ഒലിവ് ഓയിലിൻ്റെയും മിൽക്കി മിസ്റ്റിൻ്റെയും എല്ലാ വെജിറ്റബിൾസിൻ്റെയും കൂടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ ഭയങ്കര യമ്മിയാണ്. സാധാരണ സാലഡൊക്കെ കഴിയുമ്പോൾ അയ്യോ ടേസ്റ്റ് എന്തെങ്കിലും ടേസ്റ്റ് ഉള്ളത് കഴിക്കണം ഓരോന്നൊക്കെ തോന്നില്ല. പക്ഷെ ഞാൻ പിടിച്ച് നിൽക്കുന്ന ഇതിലാണ്. സോ യമ്മി. അപ്പോൾ എല്ലാവരും ഈ ബ്രോക്കോളിയും അവോക്കാഡോ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അതിന് മുമ്പ് ഞാൻ കാര്യം വെച്ചാൽ ഞാൻ തഞ്ചാവൂർ പോയതാണ്. നാരായണൻ കോവിൽ തങ്കു. ഇതും ഈ രാജാവിന് എന്തോ ഒരു ഞാൻ വെച്ചത് ശരിയായില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഒത്തും